ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു മസാലയും അതുപോലെ തന്നെ ഇതിന്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു മാവും എല്ലാം നമ്മൾ വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അതുപോലെ തന്നെ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1.5 സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും പകുതി ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു 1/4 ഭാഗം ക്യാപ്സിക്കവും കൂടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്നിച്ച് ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കൂട്ടിന് നമുക്ക് ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഉണ്ടാക്കുന്ന മയോണൈസ് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇതുപോലെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. വെള്ള വേണ്ട, വെള്ള ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1/4 കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് യോജിച്ച് കിട്ടും. ഈ മാവ് കറക്റ്റ് പരുവായിട്ടില്ല, കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ 1/4 ഭാഗം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആകെ വേണ്ടി വന്നിട്ടുള്ളത് 3/4 കപ്പ് വെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കറക്റ്റ് പരുവം. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, ഒരുപാട് ടൈറ്റും ആയി പോകരുത്. ഇനി ഞാനിവിടെ ഒരു പരന്ന പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ചുട്ടിട്ടെടുക്കാം. എത്ര എണ്ണമാണോ നമ്മൾ ചുട്ടെടുക്കുന്നത് അത്രയും ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ചുട്ടെടുക്കുക. എന്നാലാണ് എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മസാല വെച്ച് കൊടുക്കേണ്ടത്. മറ്റേ ഭാഗം പുറത്ത് വരണം, എന്നാലാണ് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി കത്തി വെച്ചിട്ട് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മസാല പുറത്ത് പോവാതിരിക്കാനും ഇത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ വക്കൊക്കെ ഒട്ടിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് കലക്കി വെച്ചതാണ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. മൈദാമാവ് പുരട്ടി കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് ഈ കടലമാവും ചെയ്തിട്ടെടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ മൈദാമാവ് എടുത്താലും കുഴപ്പമില്ല, കടലമാവ് എടുത്താലും കുഴപ്പമില്ല, രണ്ടും ഒട്ടിയിരുന്നോളും. ഇനി ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു മസാല ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക.
എന്നിട്ടിത് ഒന്നുകൂടി മടക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് പോവാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ബട്ടർ ഇതുപോലെ ഒരു സ്പാച്ച് വെച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പോവും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒരു ഭാഗം വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി 1 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.